ഗ്രാൻഡ് പേര് ഗ്രാൻഡ് പേ ആണ് ഗൈസ്. ഗെയിം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. കഥ തുറക്കാം. ഇവിടെ സാധാരണ കാണാറില്ല, താഴെ കാണത്തില്ല, കാരണം ഇവിടെ സാധനമുണ്ട്, ഡോർ ലോക്ക് ഉണ്ട്, അതുകൊണ്ട് താഴെ കാണാൻ സാധ്യതയില്ല. സാധ്യത ഉണ്ടായാലും താഴെ കാണുന്ന ഫ്യൂസാണ്. സെക്യൂരിറ്റി കിട്ടിയാലേ ഫ്യൂസ് വയ്ക്കാൻ പറ്റുള്ളൂ. ഗൈസ്, നമ്മൾ ഗ്രാൻഡ് പേനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇവിടെ അല്ലേ ഉണ്ടോ നോക്കാം. ഒരു 2 മിനിറ്റത്തേക്ക് ഗ്രാൻഡ് പേ ലോക്ക് ആവത്തുള്ളൂ. 2 അല്ല, ചിലപ്പോൾ 1 മിനിറ്റിൽ തന്നെ ആളവിടെ നിറങ്ങും. ഗൈസ്, ഇപ്പോൾ എവിടെയാണ് ഫ്യൂസ് ചെയ്യുന്നത്? ഇവിടെ വെപ്പൺ റൂമാണ്. ഇവിടെ ഒന്നും കാണത്തില്ല, എന്നാലും നമ്മൾ ഒരു വ്രഞ്ച്. പക്ഷേ വ്രഞ്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ തുറക്കാം. ഇവിടെ ഒന്നും കാണത്തില്ല. നമുക്കിത് ഇവിടെ ചിലപ്പോൾ ഗ്യാസോലിൻ കാണാം ഗൈസ്. പറഞ്ഞു നടക്കും ഗൈസ്. അതാണ്. അപ്പോൾ ഗൈസ്, നമുക്കിതേ പോവാം. അവിടെ ലോക്കാണല്ലോ. നമുക്കത് ഓപ്പൺ വേണമെങ്കിൽ പാഡ്ലോക്ക് കൂടെ എനിക്ക് വേണം, എങ്കിലേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പാഡ്ലോക്ക് ഇനി തപ്പാൻ പോവാം. ഇവിടെ ഒന്നും പാഡ്ലോക്ക് കാണത്തില്ലല്ലോ. എനിക്ക് ഇതുവരെ ഇതിൻ്റെ അകത്തുനിന്ന് ടച്ചാപ്പ് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. അറിയാന്നുള്ളൊരു കമൻറ്റാണ്. നമ്മളിതൊരു 1ോ 2ോ ആണ് ഈ ഗെയിം കളിക്കുന്നത്. നമ്മൾ ഓരോ ഗെയിം ട്രൈ ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഞങ്ങളെ ഫസ്റ്റത്തെ കില്ലാണ് ഗ്രാൻഡ് പേ എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ഗ്രാൻഡ് പേ കൊന്നു. നമ്മൾ ഡേ 2 എത്തിയിട്ടുണ്ട്. അപ്പം അതുപോലെ കട്ടിൽ നിന്ന് നമ്മൾ എണീറ്റു. അത് കട്ടിൽ തന്നെയാണോന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അത് ഗൈസ് ഒരു മരപ്പലകയാണ്, എന്നാലും അത് നമുക്കൊരു കട്ടിലാക്കാം. കട്ടിൽ തന്നെയാണത്. ഇവിടെ വെച്ചൊന്നും കിട്ടിയില്ല ഗൈസ്. നമുക്ക് ആ ഡോർ ലോക്ക് ഇപ്പോഴും ഇവിടെ കാണും ഗൈസ്. ഡോർ ലോക്ക് നമുക്ക് ഒന്നും കൂടെ ഇത് ചെയ്യാം. ഇതൊരു സൗണ്ടാണ്. ഇപ്പം ഗ്രാൻഡ് പേ വരത്തില്ല, കാരണം 2 പ്രാവശ്യം, ചില സമയം 5 പ്രാവശ്യം ചെയ്തിട്ടും ഗ്രാൻഡ് പേ വന്നില്ല. ഗ്രാൻഡ് പേ വന്നു. നമ്മളെ കണ്ടിട്ടില്ല, നമ്മൾ കട്ടിലിൻ്റെ അടിയിലാണ്. കട്ടിലല്ല ഗസ്, ഇവിടെ അതൊരു മാർബിൾ അല്ല, വേറെ എന്തോണ് കാണിക്കുന്നത്. അയാൾ പോയിട്ട് നമുക്ക് ഒന്നുകൂടെ അത് നോക്കാം. അതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. റിങ്ങിങ്ങിൻ്റെ ഒരു സൗണ്ടില്ലേ, അത് നോക്കാം. ഗ്രാൻഡ് പേ ഇവിടെ വരും, അങ്ങോട്ട് പോകൂ.
അറിയത്തില്ല. പക്ഷേ ഗ്രാൻഡ് പാ അങ്ങോട്ട് ഗൈസ് നമ്മൾ സ്റ്റെയർ കേസ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെയർ കേസ് കയറി നമുക്കിനി ഒരു പാഡ്ലോക്കി കൂടെ കിട്ടിയ സാധനം കണ്ട് ബോട്ട് സ്കീം. അതോടെ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കും. പക്ഷേ നമുക്ക് ഇതുവരെയും ബോട്ട് കീ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ നമ്മൾ നോക്കി ഇവിടെയുമില്ല. ഇവിടെ 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 പീസ് ഓഫ് പിക്ചർ. അപ്പോൾ 2 പീസ് ഓഫ് പിക്ചർ കിട്ടി. 4 3 കിട്ടിയാലും നമുക്ക് ചെയ്യാം. ഇവിടെ വേറെ ഒന്നുമില്ലല്ലോ. കട്ടിൻ പ്ലെയർ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ചെയ്യാം. കട്ടിൻ പ്ലെയർ വെറുതെ കിട്ടാതെ കിട്ടിയത് കണ്ടതല്ലോ. നല്ലതും ചെയ്യാനായിരിക്കും കിട്ടിയത്. കട്ട് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി കീ നമുക്കില്ല, അതുകൊണ്ട് ഗൈസ് 3ാമത്തെ പീസ് ഓഫ് പിക്ചറെല്ലാം ഇവിടെ കൊണ്ടിടാം. ഒരു പീസ് ഓഫ് പിക്ചർ താഴെയാണ് ഗൈസ്. ഈ റൂം ഇവിടെ ഈ ഒരു കബോർഡിലൊന്നും ഒരു പ്രാവശ്യം ഗ്രാൻഡ് കൊല്ലാം ഗൈസ്. അവർ വരട്ടെ, ആരായിരുന്നാലും വരട്ടെ, കുഴപ്പമില്ല. എന്നെ കൊല്ലാൻ മാത്രം ധൈര്യമുള്ള തപ്പി കണ്ടോട് ഞാൻ എന്താണ് പച്ച കളറിൽ കാണും ഗൈസ്. പാവ ഒരു സെക്യൂരിറ്റി താടാ സെക്യൂരിറ്റി സെക്യൂരിറ്റി തോടാ പുല്ലേ. നമുക്കിനി അതിന് ആവശ്യമില്ല ഗൈസ്. അത് നോക്കും, നമുക്ക് ആവശ്യമില്ല. ഇവിടെ വല്ല ഉണ്ടോയെന്ന് നോക്കാനാണ് വന്നത്. പക്ഷെ ഇവിടെ ഒന്നും. ഇവിടെയാണ് നമ്മൾ വ്രഞ്ച് എന്ന് പറയുന്ന ആ ഒരു സാധനം വെക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ വ്രഞ്ച് വച്ചിട്ട് ഉപയോഗമില്ല. എന്ത് ചെയ്യാനാ? അറിയാന്നുള്ളവർ കമൻറ്റ് ചെയ്യണം. ഗൈസ് ലൈക്കും സബ്സ്ക്രൈബും ഉറപ്പായിട്ടും ചെയ്യണം ഗൈസ്. എങ്കിലേ നമുക്ക് ഈ ഒരു ഗെയിം ജയിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കെല്ലാം ഷവ. ഇവിടെ എന്തോ സംതിങ് ബ്ലോക്കിംഗ് ആണ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. എന്ന് ഇത് തന്നെയാണ് ഇവിടെ വരുമ്പോൾ ഉള്ളത്. ഇതാണ് എൻ്റെ ഒരു ആശ്രയം. ഇവിടെ ഹെലികോപ്റ്ററിനൊന്നും ഇല്ല. അത് കിട്ടില്ല എന്ത് ചെയ്യാം? ഹെലികോപ്റ്റർ എസ്കേപ്പ് ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ലല്ലോ. അതിന് ഈ കളിയിൽ ഹെലികോപ്റ്റർ എവിടെയാണെന്ന് പോലും നമുക്കറിയത്തില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റത്തെ നമ്മൾ വെച്ചിട്ടുണ്ട്. അടുത്ത പിക്ചർ എടുത്തിട്ടുണ്ട്. ഗൈസ് അവിടെ അഥവാ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ 8 നിലയിൽ മൂഞ്ചിയെന്നാണ് അർത്ഥം. ഗ്രാൻഡ് എവിടെയാണ് ഇപ്പം നിൽക്കണമെന്ന് നോക്കാം ഗൈസ്. ഇവിടെ ഒന്നും ഗ്രാൻഡ് ഇല്ലല്ലോ. ഗൈസ് ആ റൂമിൽ ക്രോബാർ കിട്ടിയാൽ മാത്രമേ അവിടെ ഉള്ള സാധനം തുറക്കാൻ പറ്റത്തുള്ളൂ. ഈ ഡോർ ഹാൻഡിൽ എന്തിനാന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല ഗൈസ്. സേഫ് കീ എവിടെയാണ്? ആയിരിക്കല്ലേ? ഇല്ലല്ലോ അല്ലേ?
ഇവിടെയാണ് സേഫ്റ്റി സ്പാർക്ക് പ്ലഗ്. ഇതും ബോട്ടിനാവശ്യമുള്ളൊരു സാധനമാണ്. ഇത് മറന്നു പോയി. പേടിക്കണമെന്നില്ല ഗൈസ്, നമുക്ക് കറങ്ങി ചുറ്റി പോവാം. നമ്മൾ വേറെ എവിടെയാണ് ഗൈസ് ഇത് കണ്ടത്? ആ പീസ് ഓഫ് പിക്ചർ നമ്മൾ വേറെ എവിടെയാണ് കണ്ടത് ഗൈസ്? ആ പീസ് ഓഫ് പിക്ചർ ക്യാമറ ഗ്രാൻഡ് വരുന്നു ഗൈസ്. എന്നാൽ ആ പീസ് ഓഫ് പിക്ചർ എവിടെയാണ്? നമ്മൾ ആദ്യം താഴെ കണ്ടതാണ് ഗൈസ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇവിടെ വല്ലയാണ്? ഇവിടെ ഒന്നുമില്ല ഗൈസ്. അപ്പം നമ്മളിനി എവിടെയാണ് പീസ് ഓഫ് പിക്ചർ നോക്കുന്നത്? അഥവാ ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ലായിരിക്കും. എന്താണെന്ന് അറിയത്തില്ല. ഡോറിലൊക്കെ വീണ്ടും ഇവിടെ തന്നെ കിടപ്പുണ്ട് ഗൈസ്. പീസ് ഓഫ് പിക്ചർ അപ്പം തന്നെ എടുത്താൽ മതിയായിരുന്നു. ആ ഗൈസ്, കിട്ടി. നമുക്ക് ടോയ്ലറ്റിൽ നിന്നാണ് പീസ് ഓഫ് പിക്ചർ കിട്ടിയത് അല്ലേ? ശരിയല്ലേ ഗൈസ്? ശരിയാണ്. തേൻ്റെ ഇരിക്കുന്ന മോ ഇന്ന് വന്നോ കേട്ടാ. വാട്ട് ഗൈസ്, ഷിറ്റ്. ഗ്രാൻഡ് അവിടെ വരുമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചില്ല. ഇതുവരെ ഞാൻ ഗൈസ്, നമ്മൾ വീണ്ടും കതവ് തുറന്ന് പോവുകയാണ് ഗൈസ്. നമ്മൾ എവിടെ വെച്ചാണ് ഔട്ടായത്? എവിടെ വെച്ചാണാവോ? നമ്മളിവിടെ അയ്യോ ഗ്രാനിപ്പ വരണ ഗൈസ്. ഗ്രാനിപ്പ പക്ഷെ നമുക്ക് ഗ്രാൻഡ്പ പുല്ലാണ്. ഗ്രാൻഡ്പ ഉണ്ടായിട്ടും കാര്യമില്ല, ഇല്ലായിട്ടും കാര്യമില്ല. ഗ്രാൻഡ്പ സത്യം പറഞ്ഞാൽ വേസ്റ്റാണ്. ഗ്രാനി സൂപ്പറാണ് ഗൈസ്. ഗ്രാനിക്ക് ചെവി കേൾക്കാം, അതുകൊണ്ട് ഗ്രാനി ഇത്തിരി നല്ലവരാണ്. പക്ഷെ ഗ്രാൻഡ്പയ്ക്ക് കണ്ണ് കണ്ടുകൂടാ. പിന്നെ എങ്ങനെയാണാവോ നമ്മളെ കണ്ടിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്? അല്ല, ഗ്രാൻഡ്പയ്ക്ക് ചെവി കേട്ടൂടാ ഗൈസ്. കണ്ണ് കാണാൻ, ചെവി കേട്ടൂടാ. ഗ്രാനിക്ക് കണ്ണ് കണ്ടുകൂടാ, ചെവി കേൾക്കാം. ഞാൻ പറയുന്നത് ഗൈസ്, ഈ റൂമിൽ ഒന്നും ഇല്ലെന്നാണ്. ഒന്നുമില്ല ഗൈസ്. എവിടെയും ഇവിടെ എന്താണ്? ഇവിടെ നമ്മുടെ ഫ്യൂസ് എവിടെയാണ് ഗൈസ് വെക്കുന്നത്? വാട്ട് ഗൈസ്, ഷോട്ട് ഗൺ ആമോ അല്ലേ? കുറേ ഷോട്ട് ഗൺ ഉണ്ട് ഗൈസ്. ഫ്യൂസ് ഞാൻ കണ്ടത് എവിടെയാണ് ഫ്യൂസ് വയ്ക്കുന്നതെന്നാണ് ഗൈസ്. ഇവിടെ ഒരു ഡോർ പോലെ എന്തോ ഉണ്ട്, പക്ഷേ ഇപ്പം നമുക്ക് ഇതൊന്നും കാണാനില്ല. ഇവിടെ എങ്ങനെ കയറും ഒന്നും അറിയത്തില്ല. ഗ്രാൻഡ്പയുടെ അടുത്ത് തന്നെ വീടല്ലേ? ഗ്രാൻഡ്പ അങ്ങോട്ട് പോവുകയായിരുന്നു. ഇവിടെ എന്താ നമ്മളുള്ളത്? ഇവിടെ നോക്കിയാൽ നമ്മൾ അതെ ഗൈസ്. നമുക്ക് ഇപ്പം ഗ്രാൻഡ്പയെ കാണാൻ പറ്റുമോ നോക്കാം. ഗ്രാൻഡ്പ അങ്ങല്ലേ പോയത്? ഇവിടെ ഇല്ലല്ലോ. ഗ്രാൻഡ്പനെ ക്യാമറയിൽ കാണുന്നില്ല ഗൈസ്. ഒരു വട്ടം മാത്രമേ ക്യാമറയിൽ ഒരാളെ കണ്ടിട്ടുള്ളൂ, അത് ഗ്രാനീനാണ് ഗൈസ്. ഇനി എങ്ങനെ നമുക്ക് പാഡ്ലോക്ക് കിട്ടും എന്ന് നമുക്കറിയത്തില്ല.
ഗ്രാൻഡ് പാ വരുന്നുണ്ട്. നമുക്ക് നമ്മൾ ഗ്രാൻഡ് പായുടെ അടുത്ത് ചെന്ന് പെട്ടുകൊടുത്തു. ഹലോ ഗ്രാൻഡ് പാ, നിന്നെ ഞാൻ കൊന്നിട്ട് തന്നെ വരും. കറങ്ങി വന്ന് നിന്നെ കൊല്ലും, അതുറപ്പ്. ഞാൻ നിന്നെ കൊല്ലും, എനിക്ക് നിന്നെ ഒരു പേടിയില്ല. നിന്നെ കൊന്നിട്ടാണ് ഞാൻ അടങ്ങത്തുള്ളൂ. എടുക്കടാ ഷോട്ട് ഗണ്ണ്. നമ്മൾ കൊല്ലാൻ പോയത് അവൻ നമ്മളെ കൊന്ന്. നമുക്ക് റിവെഞ്ച് എടുത്തേ പറ്റൂ. നമ്മൾ കൊല്ലും ഗൈസ്, അത് ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. ഗൈസിന് ഒരു ദിവസം കൂടെ ഉള്ളൂ ഗൈസ്. ഇത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ഈ ഡേയിലെങ്കിലും ജയിക്കണം, ഇല്ലെങ്കിൽ ഈ ഒരു ഗെയിം ചമ്മിയ ഗെയിമായി പോകും. നമ്മളെവിടെയോ വച്ചാണ് ഗ്രാൻഡ് പാഡേന്ന് പാഡ്ലോക്ക് കീ കിട്ടിയ പിന്നെ നമ്മളെ റിവെഞ്ച് എടുക്കും 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 എടുക്കും. ഞാൻ തോക്കത്തില്ല. നിന്റെ അടുത്ത് ഞാൻ തോക്കത്തില്ലെന്ന് പറഞ്ഞാൽ തോക്കത്തില്ല. പട്ടി ബിരിയാണി ഓട്ടിച്ചിട്ട് നോക്ക് പിടിക്കാം. വരുമല്ല വേണ്ട, ഞാൻ അടുത്ത് വരുമ്പോൾ ഞാൻ നിനക്കല്ല. അപ്പം എങ്ങനെ ഇരിക്കണ് എൻ്റെ ഒരു ആടാടാന്നുണ്ട് ബുള്ളറ്റ് താടാൻ വരെ. ഇതിൻ്റെ അടുത്ത് മാറാൻ പറഞ്ഞു കേൾക്കൂലേ. ചത്ത ശരീരമായിട്ട് വരാറുണ്ട് അടക്കണ. നീ എന്നെ കൊല്ലു. അത് കിട്ടിയപ്പോൾ സമാധാനമായി കാണും കേസാണ്. പക്ഷെ നമ്മൾ ഈ കളിയിൽ ഒരു ജയിക്കാത്ത ആളായിട്ടാണ് നമ്മൾ മാറിയത്. നമുക്ക് ഹാൻഡ് വീൽ ഇതുവരെ കിട്ടിയില്ല. ഹാൻഡ് വീൽ കിട്ടിയെങ്കിൽ ക്രോബാർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒന്ന് ക്രോബാർ ഒന്ന് പാഡ്ലോക്ക്. ഞാൻ കളിച്ചതിൽ ഇതുവരെ എനിക്ക് ക്രോബാറും ഇത് കിട്ടിയിട്ടില്ല. ഇത് ഓൾറെഡി കട്ടാണല്ലേ, നമ്മൾ തന്നെയാണ് കട്ടായത്. ഗൈസ്, നമ്മൾ ഗ്രാൻഡ് പേ കണ്ടതിന് ഷൂട്ട് ചെയ്യും. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമുക്ക് ഈ ചിക്കൻ മീറ്റ് കൊണ്ടുവച്ച് നോക്കാം. ചിക്കൻ മീറ്റ് ഗൈസ്, എനിക്ക് ഇതുവരെ ഒരു വേസ് കിട്ടി. 2 വേസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ്. ചിലപ്പോൾ കിട്ടി കാണും, ഞാൻ ശ്രദ്ധിക്കാത്തതായിരിക്കും. എനിക്ക് ഓടിപ്പോയാലോ. ഇതിൻ്റെ അകത്ത് ആളുണ്ട് ഗൈസ്, എനിക്കറിയാം ഇതിൻ്റെ അകത്ത് ആളാണ്. ഇതുവഴി നമ്മൾ ഇങ്ങനെ പോകും. പൊന്നാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. പക്ഷെ എങ്ങനെ നമ്മൾ പോകും? ഇവനെ തീറ്റ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഗൈസ്. നമുക്കൊരു പ്ലാൻ ഉണ്ട് ഗൈസ്. സ്റ്റൺ ഗൺ എടുക്കാം ഗൈസ്. നമുക്ക് സ്റ്റൺ ഗൺ ഇവിടെയാണല്ലോ ഇട്ടത്. അല്ല ഗൈസ്, നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്റ്റൺ ഗൺ വെച്ചത്. ഒറ്റയടിക്ക് സ്റ്റൺ ഗൺ എടുക്കാം. അതിനിടയ്ക്ക് ഗ്രാൻഡ് പാ കൊല്ലാം. നമ്മൾ സ്പൈഡറിനെ കൊന്ന് നോക്കാം. സ്റ്റൺ ഗൺ വെച്ച് കൊല്ലാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഗ്രാൻഡ് പാ ഇല്ല. ഇപ്പൊ ചത്തതാണെന്ന് തോന്നുന്നു. ചങ്കണം കൂടെ അതിൻ്റെ അകത്ത് നോക്കാം. അത് പൊട്ടിത്തെറിക്കുമെന്ന് അറിയത്തില്ല. ഇതൊക്കെ തീരുന്ന എല്ലാം ഇങ്ങനെ എന്താണ് അവൻ ചാവാത്തത്? ഇവനെന്താണ് ചാവാത്തത്? എനിക്ക് അറിയത്തില്ല ഗൈസ് നമ്മൾ ചാവുമെന്ന്. കാരണം ഞാൻ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുള്ളത് ദ ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. ഇത് ഫുള്ളി രക്തത്താൽ കുളിച്ച ദിവസം.
ഗ്രാനിയും ഗ്രാൻഡ്പയും കൂടെ ആ വെള്ളത്തിൽ തള്ളിയിട്ടായിരിക്കല്ലേ നമ്മളെ കൊല്ലണത്. നമ്മളിവിടെ ചത്ത ചിലപ്പോൾ ഇനി ഇത് ഇത്രയും കൊണ്ട് ചാടാനും കിട്ടുമോ? വേണമെന്നും കിട്ടത്തില്ല. നമ്മളിനി ഇതൊന്നുമില്ല. നമുക്കവിടെ നിൽക്കണ്ട, നമുക്ക് പെട്ടെന്ന് ഓടാം. ഇനി ഇവിടെ വല്ല ഉണ്ടാ ഇല്ലാത്ത റൂമിൽ കയറി നമ്മൾ എന്ത് ചെയ്യാനാണ്? പിന്നെ നീക്കാൻ പറ്റുമോ? നിങ്ങളില്ല ഇവിടെ ശരി ഇവിടെ ഇല്ലെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ വെറുതെ തുറക്കും. അതാണ് ഗൈസ് നമ്മുടെ ഇത്. ഓരോ ഹോളിലായിട്ടും നോക്കാം. ഇവിടെ ഒന്നുമില്ല. നമ്മൾ ഓരോ ഡേയിലും ഓരോരോ സാധനങ്ങൾ പുതുക്കി വന്നോണ്ടല്ലോ. എന്നാ നന്നായിരുന്നല്ലേ ഗൈസ്. മീറ്റ് ഇതിങ്ങനെ തിരിച്ചു വന്ന് കുറച്ച് പാട്ടിടാം. ഹാൻഡ് വീൽ കിട്ടി. നമുക്കിനി ബോട്ട് എസ്കേപ്പ് നടക്കാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് ഡോർ എസ്കേപ്പ് നോക്കാം. ഇതിൽ ഹെലികോപ്റ്റർ എസ്കേപ്പ് ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പം അത് തുറന്നു കാണും. എന്താ പ്രശ്നല്ലേ? നമുക്കെന്ത് പ്രശ്നം? നമ്മളാണ് ഈ ഗെയിമിലെ ആൾക്കാർ. നമ്മളാണ് ഈ ഗെയിമിലെ മെയിൻ. പക്ഷെ നമ്മളാണ് ഈ ഗെയിമിൽ എന്നും തോക്കുന്ന ആൾ. ഒരാളെങ്കിലും ഒരു വട്ടമെങ്കിലും ജയിച്ചു കാണും. പക്ഷെ ഞാൻ ഒരു വട്ടം പോലും ജയിച്ചിട്ടില്ല ബസ്. പച്ച എന്താണാവോ അത്. ഇതിനും പാഡ്ലോക്കി ക്രോബർ. അപ്പോൾ പാഡ്ലോക്കിയും ക്രോബറും കിട്ടിയ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? ഇവിടെയും പാഡ്ലോക്ക്. നമുക്ക് അവൻ്റെ മുഖത്തൊക്കെ ഒന്ന് കൊടുത്താലോ? എന്നിട്ട് നമുക്ക് ആ വെള്ളത്തിലിറങ്ങും. ഇവിടെ പഠിച്ചോയാ ഇവിടെ നമുക്ക് കുറച്ചേരം അവിടെ ഇറങ്ങിയാടാം. അപ്പോഴേ കാണത്തിൽ നമ്മളങ്ങനെ ലാസ്റ്റ് ഡേയും സന്തോഷകരമായി നമ്മൾ തോറ്റിരിക്കുകയാണ്. ഇതെന്ത് ഇവിടെ വെച്ചാണ് നമ്മളെ കൊല്ലുന്നത്? അനക്കടാക്കി ഞാൻ ചാവട്ട ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരാണ്.